കൊണ്ടാൽ അറയ്ക്കപ്പെടുന്നതായ കീറി മുറിക്കപ്പെടുന്നതായ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. എന്തെങ്കിലും മാരകമായ രോഗത്തിന്റെ അംശങ്ങൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ അല്ലാഹുവേ, മഹാന്മാരായ അല്ലാഹു, ഞങ്ങളുടെ മഹത്വക്കളുടെ അല്ലാഹുവേ, മഹാന്മാരായ ബദരീങ്ങളുടെ ബറക്കത്തുകൊണ്ട്, നിന്റെ അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്തുകൊണ്ട് നീ പരിപൂർണമായ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ചികിത്സിച്ച് പടച്ചവനെ, ഞങ്ങളുടെ സമ്പാദ്യം മുഴുവനും തീർന്നുപോയി. മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കൈകൾ നീട്ടേണ്ട ഒരവസ്ഥ നീ തരല്ലേ റബ്ബേ. ജീവിതകാലം മുഴുവൻ ഇസ്സത്തോടുകൂടി ജീവിച്ച് ഇസ്സത്തോടുകൂടി മരണപ്പെടാനുള്ള ഭാഗ്യം നീ നൽകണേ അല്ലാഹ്. അല്ലാഹു, നിന്റെ മുമ്പിലേക്ക് കുനിക്കുന്ന ഞങ്ങളുടെ ശിരസ്സുകൾ അല്ലാഹു ദുനിയാവിലുള്ള ഒരു മഖ്ലൂഖിന്റെ മുമ്പിലും നീ കുനിപ്പിക്കല്ലേ റഹ്മാനേ. ജീവിതകാലം മുഴുവൻ ഇസ്സത്ത് നൽകണേ റഹ്മാനേ. അല്ലാഹുവിന്റെ മജ്‌ലിസിൽ പടച്ചവനെ, ഇത്രയും നേരം അല്ലാഹു നിന്റെ ഇൽമ, നിന്റെ നൂറാനിയത്തായ ഇൽമ അല്ലാഹു അത് പറഞ്ഞപ്പോ അല്ലാഹു ആഗ്രഹത്തോടെ കേട്ടവരുണ്ട് പടച്ചവനെ, ആഗ്രഹത്തോടെ കേട്ടവരാണ് പടച്ചവനെ. അല്ലാഹു, നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ പറഞ്ഞ ഇൽമുകൾ മുഴുവനും അല്ലാഹു എന്റെ ജീവിതത്തിലും നീ ശ്രവിച്ച ആളുകളുടെ ജീവിതത്തിലും പകർത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിലൂടെ നിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ നീ ഭാഗ്യം നൽകണേ റഹ്മാനേ. അല്ലാഹു, ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണേ റഹ്മാനേ. ജീവിതത്തിൽ പടച്ചവനെ, എന്ത് ദുഃഖങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും അല്ലാഹു ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണേ റഹ്മാനേ. അല്ലാഹു, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷകരമായ നിമിഷം അല്ലാഹു ഞങ്ങളുടെ കണ്ണിന്റെയും മറവിയെടുത്തു മാറ്റുമ്പോ കാണുന്ന ആ രൂപമുണ്ടല്ലോ, ഇസ്രായേലിന്റെ രൂപം അല്ലാഹു ഞങ്ങളുടെ റൂഹ് പിടിക്കാൻ കടന്നു വരുമ്പോ അവസാനത്തെ മന്ത്രമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് ലോകത്തോട് സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂർവ്വം കണ്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനേ. നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളിലും എല്ലാ കാര്യങ്ങളിലും നീ ഇഖ്ലാസ് നൽകണേ.